ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം താഴെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കണേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഞായറാഴ്ചത്തെ വിശേഷങ്ങളുടെ ബാക്കി വീഡിയോ ആണ് കേട്ടോ ഇത്. ഉച്ചവരെയുള്ള വിശേഷങ്ങൾ കാണിപ്പിച്ചപ്പോൾ തന്നെ അത്യാവശ്യം ലെങ്ത് ആയിരുന്നു, അതുകൊണ്ടാണ് ഇന്ന് ബാക്കിയായിട്ട് ചെയ്യുന്നത്. മീൻ വെട്ടിയതിൻ്റെ വേസ്റ്റ് കുഴിച്ചിടാൻ സമ്മതിക്കാതെ ഇവിടുന്നോ വന്ന പൂച്ചയെ സ്നേഹിക്കുന്നതാണ് കേട്ടോ ഇത്. ഇങ്ങനെയാണ് ഫത്തഹിന് പൂച്ചയെ ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ ഫത്തഹിനെ കാണാൻ ഈ പൂച്ച വരാറുമുണ്ട് കേട്ടോ. അങ്ങനെ ഈവനിങ് ടൈമെല്ലാം കഴിഞ്ഞ് ഇതാണ് സന്ധ്യ സമയമായി. നമസ്കാരവും ഗോതലും പെറുക്കലും എല്ലാം കഴിഞ്ഞ് ഫത്തഹിനെ പഠിപ്പിക്കാൻ ഇരുത്തിയപ്പോഴാണ് കാക്കൊരാഗ്രഹം. രാവിലെ കപ്പ വേവിച്ചത് നല്ല സൂപ്പറായിരുന്നു, അതുകൊണ്ട് തന്നെ ബാക്കി കപ്പയൊന്ന് പുഴുങ്ങണമെന്ന്. ഉച്ചയ്ക്കൊക്കെ വെച്ച ചോറ് ബാക്കി ഇരിക്കുന്നു പറഞ്ഞിട്ട് സമ്മതിക്കാതെ ഞാൻ പൊളിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ വിട്ടിട്ട് പൊളിച്ചൊക്കെ തരുന്നുണ്ട് കേട്ടോ, കാക്കവും കുക്കും കൂടെ. കപ്പയാണേലും ചക്കയാണേലും നമ്മളത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നിടത്ത് അതൊന്ന് കൊത്തി തിന്നാൻ നല്ല ടേസ്റ്റ് അല്ലേ. കപ്പയ്ക്ക് കയ്പ്പുണ്ടോ എന്ന് നോക്കാനായിട്ട് ഒരു കപ്പ എടുത്ത് പൊളിച്ച് അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് ദാണ്ടൊന്ന് തിന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഫത്തഹിനൊരാഗ്രഹം, ദാണ്ട് ഞാനും നോക്കാമെന്നൊക്കെ പറഞ്ഞ് അത് കണ്ടപ്പോൾ കുക്കുവിനും പച്ചക്കപ്പ വേണമെന്ന് പറഞ്ഞു. കാക്കു അത് കുക്കുവിനും കൂടെ കൊടുത്തേക്കുന്നതാണ്. അങ്ങനെ ദാണ്ട് ഇവിടെ കപ്പയെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി കുക്കറിൽ വെച്ച് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു. എന്താണെങ്കിലും പെട്ടെന്ന് വേകും. എന്നാലും ചോറൊക്കെ ഇരിക്കുന്നതുകൊണ്ട് മടിയായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ അടുപ്പിലെ തീയൊക്കെ പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് കുക്കറിൽ വെച്ച് പുഴുങ്ങിയെടുക്കാമെന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ കപ്പയെല്ലാം കഴുകി വാരി എടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ, അടിപൊളി കപ്പയാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു, കഴിഞ്ഞ ദിവസം എല്ലാം ഈ കപ്പ വേവിച്ചപ്പോഴെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. നല്ല കപ്പയെന്ന് പറഞ്ഞാൽ നല്ല കപ്പയാണ്. അങ്ങനെ താണ്ടെ കുക്കറിലേക്ക് കഴുകി വാരി ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒക്കെ ഇട്ട് അടച്ച് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ വേകുന്നുമുണ്ട്. ഒരൊറ്റ ഫിസിൽ അടുപ്പിച്ചാൽ മതി കേട്ടോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ കപ്പ വെന്ത് വരുന്ന സമയം കൊണ്ട് കുറച്ച് വറ്റൽ മുളകൊന്ന് പൊട്ടിച്ചെടുക്കണം. പൊതുവേ പുഴുങ്ങിയ കപ്പയും മുളക് പൊട്ടിച്ചതും ഉണക്കമീനും അല്ലേ കോമ്പിനേഷൻ, അതുകൊണ്ട് തന്നെ ദാണ്ട് ഇവിടെ ഞാൻ വറ്റൽ മുളക് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ആവശ്യത്തിന് വറ്റൽ മുളക് ഒന്ന് വറുത്തെടുക്കണം. നമ്മുടെ ഹൈ റേഞ്ചിൽ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ വറ്റൽ മുളക് മേടിച്ച് വെച്ചിരുന്നാൽ പെട്ടെന്ന് തന്നെ പൂത്ത് പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ വറ്റൽ മുളക് മേടിച്ച് ഒരു ടെപ്പിക്കകത്തിട്ട് ഞാൻ അടച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കും. എത്ര നാൾ വേണേലും അങ്ങനെ ഇരുന്നോളും കേട്ടോ. കുപ്പിക്കകത്തോ ടെപ്പിക്കകത്തോ ഒന്നും ഇടണമെന്നില്ല, ചുമ്മാതെ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചാലും വറ്റൽമുളക് അവിടെ ഇരുന്നോളും. ഫ്രിഡ്ജിൽ വെച്ചെന്നും പറഞ്ഞ് യാതൊരു കുഴപ്പവും വരത്തില്ല. അങ്ങനെ വറ്റൽമുളക് വറുത്ത ശേഷം ഇതിലേക്ക് ആവശ്യമായ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉള്ളി മാത്രം, ഉള്ളിയുടെ കൂടെ 2 വെളുത്തുള്ളിയും അല്പം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്താണ് വറുത്തെടുക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ മുളക് പൊട്ടിച്ചെടുത്താൽ, അതുകൊണ്ടാണ് അങ്ങനെ ഉള്ളിയും നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് വറ്റൽമുളകും ഉള്ളിയും കൂടെ ഒരുമിച്ചൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുക്കുന്നത് മിക്സിയുടെ ജാറിലിട്ട് പൊട്ടിച്ചാണ് കേട്ടോ എടുക്കുന്നത്. മുളകൊക്കെ വറുത്തെടുക്കുന്ന സമയം കൊണ്ട് താണ്ട് ഇവിടെ കുക്കറിലെ കപ്പ വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു ഫിസിലിൽ വെന്തില്ല എന്നോർത്ത് ഞാൻ 2 ഫിസിലും അടുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ദാണ്ട് വറുത്ത് കോരി വെച്ചിരിക്കുന്ന വറ്റൽ മുളകിൻ്റെ ഉള്ളിയുടെയൊക്കെ ഒരു ചൂട് പോയ ശേഷം ഒന്ന് അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലതുപോലെ അരച്ചെടുത്തിലേക്ക് മിക്സിയുടെ ജാറൊന്ന് കഴുകിയ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരല്പം വെള്ളമാണ് കേട്ടോ, ഇവിടെ കണ്ടില്ലേ നിങ്ങൾ. ഇനി ഇതിലേക്ക് വേണ്ടിയത് വെളിച്ചെണ്ണയോ വിനാഗിരിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് എരിവുണ്ടെങ്കിൽ അല്പം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നതാണ്. വിനാഗിരിയേക്കാളും ടേസ്റ്റ് നാരങ്ങ നീരിനാണ് കേട്ടോ. ഞാനിവിടെ ഒരു അല്പം വിനാഗിരിയേ ചേർക്കുന്നുള്ളൂ. നാരങ്ങ ഇരിപ്പില്ല, അല്ലെങ്കിൽ നാരങ്ങ നീരാണ് ഏറ്റവും ടേസ്റ്റ്. ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല അടിപൊളി മുളക് പൊട്ടിച്ചതാണ് കേട്ടോ. ഈ ഉച്ചക്കത്തെ പാമ്പാട കറിയും പാമ്പാട വറുത്തതൊക്കെ ഉണ്ട്, എന്നാലും ഒരു ഉണക്കമീൻ കൂടി വേണമെന്ന് പറഞ്ഞ് വെള്ളം വെച്ചു. അത് ഉണക്കമീൻ കാക്കുന് വറക്കണ്ട കേട്ടോ, മീനൊന്ന് ചുട്ടെടുക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ദാണ്ട് പുറത്ത് പോയി അടുപ്പിലിട്ട് ചുട്ടെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ള സ്ഥിതിക്ക് ഒരു കടിഞ്ചായ കൂടി ഇട്ടെടുക്കണ്ടേ, അപ്പോഴല്ലേ പൂർണ്ണമാകുന്നത്. കപ്പ പുഴുങ്ങിയത് തിന്നുമ്പോൾ ഇതിൻ്റെതായ ഒരു സെറ്റപ്പ് വരുന്നത് ഒരു കടിഞ്ചായ കൂടി ഇടുമ്പോഴാണ്. അങ്ങനെ ദാണ്ട് കടിഞ്ചായ കൂടി ഇവിടെ ഇട്ടെടുത്തിട്ടുണ്ട്.
അത്യാവശ്യം നല്ല ചാറ്റ മഴയൊക്കെ ഉണ്ട് പുറത്ത്. അപ്പം ചൂട് കപ്പയുടെ കൂടെ നല്ല ചൂട് കടിഞ്ചായൊക്കെ ആയിട്ട് സെറ്റപ്പായിട്ട് കുടിക്കാമെന്നും പറഞ്ഞ് കടിഞ്ചായ കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. സാധാരണ കപ്പ ഒഴുങ്ങുമ്പോഴൊക്കെ ഇവിടെ കടിഞ്ചായ ഇട്ടെടുക്കും കേട്ടോ. കപ്പ വേവിച്ചാലും ഇപ്പോൾ കടിഞ്ചായ ഇട്ടെടുക്കണം, അല്ലെങ്കിൽ കടിഞ്ചായ കുടിക്കത്തില്ല, കടുങ്കാപ്പി മാത്രമേ ഉള്ളൂ. കപ്പ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കടിഞ്ചായ ഉപയോഗിക്കാറുള്ളൂ, അല്ലെങ്കിൽ പിന്നെ കാപ്പിപ്പൊടി എങ്ങാനും ഇല്ലാതെ വന്നാലേ കടിഞ്ചായ ഇട്ടെടുക്കാറുള്ളൂ കേട്ടോ. എന്താണേലും തന്നെ ഇവിടെ കടിഞ്ചായൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ എല്ലാം റെഡിയാക്കി ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വിളമ്പി സെറ്റാക്കിയാൽ മതി. അങ്ങനെ നല്ല കപ്പയെല്ലാം വിളമ്പി കഴിഞ്ഞ് കപ്പയുടെ ചൂട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ബാക്കി കപ്പ കുക്കറിൽ തന്നെ അടച്ച് മാറ്റി വെച്ചു. അതാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോഴത്തേന് ചൂട് പോകാതെ തന്നെ കഴിക്കാമല്ലോ. നല്ല ചൂടോടുകൂടി കപ്പ കഴിക്കുമ്പോഴല്ലേ നല്ല സെറ്റപ്പായിട്ട് കിട്ടുന്നത്. ഈ കപ്പ ഒഴുകിയത് കഴിക്കുമ്പോൾ ആ ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ. അത് ആറിപ്പോയിട്ട് പിന്നെ എനിക്കിഷ്ടമല്ല. ദാണ്ട് ഇവിടെ പാമ്പാട മീൻ വറുത്തത്, ഞാൻ പറഞ്ഞില്ലേ ഉണക്കമീൻ ചുട്ടെടുത്തിട്ടുണ്ടെന്ന്. കണ്ടോ, ഇങ്ങനെയാണ് ചുട്ടെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. കുട്ടൻ മീനാണ് കേട്ടോ. അടിപൊളിയായിരുന്നു ചുട്ടെടുത്തുകൊണ്ട് വന്ന മീൻ. ആദ്യം എനിക്ക് ചുട്ടെടുത്തുകൊണ്ട് വന്ന മീനോട് താല്പര്യമില്ല കേട്ടോ. മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഉണക്കമീനോട് എനിക്ക് താല്പര്യമേ ഇല്ല. എന്നാലും ഇവിടെ മീൻ ചുട്ടത് കഴിച്ചു തുടങ്ങിയപ്പോഴത്തേനും മീൻ കറിയേക്കാൾ കൂടുതൽ മീൻ ചുട്ടതാണ് ഉപയോഗിച്ചത്. കാക്കുവിൻ്റെ ഒരു വലിയ കോമ്പിനേഷനാണ് കേട്ടോ മുളക് പൊട്ടിച്ചതും ഉണക്കമീൻ ചുട്ടതും. ഉണക്കമീൻ വറുത്ത് കൊടുക്കുന്നേക്കാളും ഇഷ്ടം മീനെ ചുട്ടെടുക്കുന്നതാണ്. അങ്ങനെ ദാണ്ട് എല്ലാവരും തന്നെ വന്ന് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. ഞാനും കഴിക്കാനായിട്ടിരുന്നതാണ് കേട്ടോ. ഞാൻ ആദ്യം എടുത്ത മീൻ കറിയാണ്, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മീൻ കറി വേണമെന്ന്. അത് കഴിഞ്ഞും തന്നെ മുളക് പൊട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ടിയത് മീൻ വറുത്തതാണ് കേട്ടോ. ഞാൻ അത്രയും ടേസ്റ്റ് കാണുമെന്ന് വിചാരിച്ചില്ല, അതുകൊണ്ടാണ് പച്ച മീൻ വറുത്തതൊക്കെ ആയിട്ടിരുന്നത്. അപ്പം ചുമ്മാ ഒന്ന് കഴിച്ച് നോക്കുന്നത് കാക്കു പറഞ്ഞുകൊണ്ട് മാത്രം ഒന്ന് കഴിച്ച് നോക്കിയതാണ്. അടിപൊളിയായിരുന്നു. ഇവിടെ കൂടുതലും ഇങ്ങനെ ഉണ്ടാക്കുമെങ്കിലും ഞാനങ്ങനെ കഴിച്ച് നോക്കത്തില്ല കേട്ടോ. കാരണം എനിക്ക് ഈ പച്ചമീനുള്ളപ്പോൾ ഉണക്കമീൻ പിടിക്കില്ല, അതാണ് മെയിനായിട്ടുള്ള കാര്യം. പത്തകിനൊന്നും കൊടുത്തിട്ട് പത്തമൊന്നും എടുത്തില്ല കേട്ടോ. കാരണം മീനിൻ്റെ കളർ തന്നെ അത്രയും പിടിച്ചില്ല. ചുട്ട് ആ കരിയൊക്കെ ആയിട്ട് ഇരിക്കുന്നത് കണ്ടപ്പോഴേ പറഞ്ഞു എനിക്കെങ്ങും വേണ്ട മീൻ ചുട്ടതെന്ന്. നല്ല ചൂട് പറക്കുന്ന കപ്പ പുഴുങ്ങിയതും അത്യാവശ്യം എരിവുള്ള മുളക് പൊട്ടിച്ചതും പിന്നെ മീൻ ചുട്ടതും മീൻ വറുത്തതും മീൻ കറിയും എല്ലാം കൂടെ ആയപ്പോൾ തന്നെ പൊളിയാണ്. അതിൻ്റെ കൂടി കടിഞ്ചായ ഒന്ന് കുടിക്കുമ്പോഴാണ് ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ തോന്നിയിരുന്നത് കണ്ടോ. ഞാനിപ്പോഴാണ് കേട്ടോ ആ മീൻ ചുട്ടതൊന്ന് എടുത്ത് നോക്കിയത്. ശക്കലേ ഞാൻ എടുത്തുള്ളായിരുന്നു. ഇങ്ങനെയായിരിക്കും ടേസ്റ്റ് എന്നൊന്നും അറിയില്ലല്ലോ. ആദ്യം തന്നെ കഴിച്ചപ്പോഴേ മനസ്സിലായി അടിപൊളിയാണെന്ന്. പിന്നെ ഞാൻ മീൻ കറിയേക്കാളും കൂടുതൽ ഉപയോഗിച്ചത് പറയുവാണെങ്കിൽ മീൻ ചുട്ടതാണ് കേട്ടോ. സാധാരണ അത്താഴത്തിന് ചോറ് നിർബന്ധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാക്കുവിന് നിർബന്ധമായിരുന്നു. എന്നാൽ ഇന്ന് കപ്പ പുഴുങ്ങിയത് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഉണക്കമീനും എല്ലാം കൂടെ ഉണ്ട്, ഇഷ്ടപ്പെട്ട സാധനങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ദാണ്ട് ഇന്ന് ചോറെ തൊട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ കൊണ്ട് പൂർണ്ണമാവാണ് കേട്ടോ. ഇന്ന് ഇത് കാണിക്കാൻ കാരണം ഈ കപ്പ പുഴുങ്ങിയതായതുകൊണ്ടാണ് ഞായറാഴ്ചത്തെ ഫുൾ വീഡിയോ ഞാൻ എടുത്തത്. അതുകൊണ്ടാണ് 2 ദിവസമായിട്ട് തന്നെ കാണിച്ചത് കേട്ടോ. കപ്പ പുഴുങ്ങിയതില്ലായിരുന്നെങ്കിൽ ഞാൻ എടുക്കുകയില്ലായിരുന്നു. കപ്പ പുഴുങ്ങിയത് മാത്രമല്ലല്ലോ, അടിപൊളിയായിട്ട് മുളക് അടച്ചതും ഉണ്ടായിരുന്നു, പിന്നെ ഉണക്കമീൻ ചുട്ടതും ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എടുത്തത് തന്നെ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.